നമസ്കാരം, ഞാൻ ഡോക്ടർ അർജുൻ, കൺസൾട്ടന്റ്, ചെങ്ങമ്പള്ളി റെമേഡിയം. പൊതുവെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും ചോദിക്കാറുണ്ട്, നെഞ്ചെരിച്ച്, അതായത് രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നെഞ്ചെരിച്ചിൽ, എണീറ്റാൽ ഉടനെ നെഞ്ചെരിച്ചിൽ, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചെരിച്ചിൽ, കഴിക്കുന്നതിന്റെ മുന്നേ നെഞ്ചെരിച്ചിൽ, പിന്നെ ചെറിയ സ്നാക്സോ കഴിച്ചു കഴിഞ്ഞാൽ പുളിച്ചു തേട്ടൽ. അപ്പോൾ പ്രധാനമായിട്ടും നെഞ്ചെരിച്ചിൽ വരാനുള്ള കാരണം പിന്നെ അമിതമായ ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സോ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചെരിച്ചിൽ വരാം. പിന്നെ വയറ് നിറച്ച്, അതായത് ഒരു ചെറിയ ഗ്യാപ്പ് പോലും കൊടുക്കാതെ വയറ് ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് നെഞ്ചരിച്ചിൽ വരാം. സ്ട്രെസ് നെഞ്ചരിച്ചിലിന്റെ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ പുളിയുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇതെല്ലാം നെഞ്ചരിച്ചിൽ വരാനുള്ള ഒരു കാരണം. പിന്നെ കൂടുതൽ വർക്ക് സമയത്തുള്ള സ്ട്രെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിന് കൂടുതലായിട്ട് സ്ട്രെസ് കൊടുത്തിട്ട് ഡിലേ ആവുക, ഭക്ഷണങ്ങൾ കമ്പാരിറ്റീവ്ലി ഡിലേ ആയി പോകും. അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയറിനുള്ള ദഹനരസം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ വരികയും അതിന്റെ കൂടുതൽ പ്രവർത്തനം കൊണ്ടും കുറഞ്ഞ പ്രവർത്തനം കൊണ്ടും നമ്മളുടെ ആമാശയത്തിന്റെ വാളിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുകയും അത് പിന്നെ ഭക്ഷണം തട്ടുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ കയ്യിൽ ഒരു മുറിവുണ്ടായി തട്ടിക്കഴിഞ്ഞാൽ ഒരു നീറ്റൽ വരുന്ന പോലെ തന്നെ വയറിൻ്റെ ഉള്ള ലെവലിൽ ഒരു മുറിവുണ്ടാകുന്നു, ഒരു അൾസർ ഉണ്ടാകുന്നു, അതിൽ തട്ടുന്നു, വേദന വരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ കാരണം. അപ്പൊ ഇതിന്റെ ഒരു റെമഡി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു റെമഡി എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലെ എണീറ്റാൽ ഒരു 2 ഗ്ലാസ്, ഒരു 200-400 ml വെള്ളം കുറച്ചീശെ കുടിച്ച് നമുക്ക് നെഞ്ചരിച്ചിൽ ഒഴിവാക്കാൻ പറ്റും. അതിൽ തന്നെ ഒരു നുള്ള് ജീരകം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളെ ഒരു അയൺ ചട്ടിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം തിളപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിലൊരു നുള്ള് മല്ലി, കൊത്തമല്ലി എന്നൊക്കെ പറയും, ഒരു നുള്ള് മല്ലി ഇട്ടിട്ട് തിളപ്പിച്ച് രാവിലെ 2 ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ തേന് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ, ഇഷ്യൂ ഉള്ളപ്പോൾ മാത്രം കുടിക്കാൻ, ഡെയിലി കുടിക്കണം എന്നല്ല, ഇഷ്യൂ ഉള്ളപ്പോൾ മാത്രം 1 ടീസ്പൂൺ തേന് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നന്നായിരിക്കും. ചൂടുവെള്ളം ചേർത്തിട്ട് തേൻ കഴിക്കരുത്, പച്ചവെള്ളം ചേർത്ത് തേൻ കഴിക്കരുത്, നേരിട്ടിട്ട് നമ്മൾ നാവിലേക്ക് എത്തുന്ന രീതിയിൽ 1 ടീസ്പൂൺ തേൻ കഴിച്ചാൽ വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ ഉച്ചയ്ക്കാണ് പ്രശ്നം വരുന്നെങ്കിൽ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ഈ 2 കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജീരകം, തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ തേന് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ തിളപ്പൊന്ന് നിൽക്കുന്ന പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഹെവി ആയിട്ട് നിൽക്കുന്ന നമ്മളെ ദഹനരസത്തിലേക്ക് നമ്മൾ തേന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആസിഡ് ബേസ് ബാലൻസ് അത് ക്ലിയർ ആവും. അങ്ങനെ നെഞ്ചരിച്ചിൽ പൊതുവെ കുറഞ്ഞു വരാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരികയാണ്. ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ രീതിയിലാണ് എടുക്കാറ്. ക്രോണിക് ആണ്, കുറെ കാലഘട്ടങ്ങളായിട്ടുണ്ടെങ്കിൽ ഇത് ഫലിക്കില്ല. അപ്പൊ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ കാണിക്കണം. ഇനി അതല്ല, ഇനിയിപ്പോ ഇതേ ഇഷ്യൂസ് ഇപ്പൊ ഗർഭിണികൾ വരാറുണ്ട്. ഇപ്പൊ ഗർഭരക്ഷണി ഗുളിക, അതായത് ധന്വന്തരം ഗുളികയുണ്ട്, അതൊക്കെ രാവിലെ 2 വെറും വയറ്റിൽ 2 കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എമർജൻസി ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിലേക്ക് പോവുകയാണ്, അപ്പൊ നിങ്ങളുടെ കയ്യിൽ എമർജൻസി ആയിട്ട് വെക്കേണ്ട ഗുളിക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ധന്വന്തരം ഗുളികയാണ്. എപ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്, ഒരു ഫുൾഫിൽനെസ് വരുന്നത്, അപ്പൊ 2 ധന്വന്തര ഗുളിക സ്പോട്ടിൽ കടിച്ച് ചമച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്റെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.